ഇപ്പോൾ കാണിക്കുന്നത് ഗോബ്ലിൻസിൻ്റെ റാണി എന്നറിയപ്പെടുന്ന മാഡലിൻ പ്രയോറിനെയാണ്. നമ്മുടെ എക്സ്മാനിലെ ജീൻ ഗ്രേ അഥവാ ഫീനിക്സിൻ്റെ ഒരു ക്ലോണാണ് മാഡലിൻ പ്രയോർ. ഇപ്പോൾ മാഡലിൻ പ്രയോർ വളരെ മനസമാധാനത്തോടെ തൻ്റെ കീഴിലുള്ള ലിംബോ എംബസി എന്ന സ്ഥാപനത്തിലിരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മര്യാദയ്ക്ക് തൻ്റെ ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കെ പെട്ടെന്ന് വല്ലാത്ത ചില തോന്നലുകൾ പ്രയോറിൻ്റെ മനസ്സിലുണ്ടാകുന്നു. അതെന്താണെന്ന് വെച്ചാൽ തൻ്റെ ഈ എംബസിയുടെ ഉള്ളിൽ എന്തൊക്കെയോ പ്രശ്നം നടക്കാൻ പോകുന്നുവെന്നുള്ള തോന്നലുകളാണ് ഇപ്പോൾ പ്രയോറിനുണ്ടായത്. പ്രയോർ ആ തോന്നലുകളൊന്നും കാര്യമായി എടുക്കുന്നില്ലെങ്കിലും ഇപ്പോൾ ആ തോന്നലുകളെല്ലാം സത്യമാവുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മാഡലിൻ പ്രയോറിൻ്റെ ലിംബോ എംബസിയുടെ ഉള്ളിൽ നമ്മുടെ ഡെഡ്പൂൾ വരികയാണ്. അങ്ങനെ ലിംബോ എംബസിയുടെ ഉള്ളിൽ കയറിയ ഡെഡ്പൂൾ അവിടെ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാക്കുന്നു. അവിടെ തൻ്റെ അടുത്തേക്ക് വന്ന ഗോബ്ലിൻസിനെ എല്ലാം അറ്റാക്ക് ചെയ്ത് ഗോബ്ലിൻസിൻ്റെ എല്ലാം തല വെട്ടി മാറ്റുകയാണ് ഡെഡ്പൂൾ. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ കെസാം എന്ന ഒരുത്തൻ ഈ എംബസിയുടെ ഉള്ളിൽ ഒരു പ്രത്യേക സ്ഥലത്ത് മാഡലിൻ പ്രയോറിൻ്റെ തടവിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു ആവശ്യത്തിന് അവനെ കാണുവാൻ വേണ്ടിയാണ് ഡെഡ്പൂൾ ഇപ്പോൾ ലിംബോ എംബസിയുടെ ഉള്ളിൽ വന്നത്. കെസാം എവിടെയാണ് ഉള്ളതെന്ന് ഗോബ്ലിൻസിനോട് ചോദിച്ചപ്പോൾ അവർ ആരും കെസാം എവിടെയാണ് ഉള്ളതെന്ന് ഡെഡ്പൂളിനോട് പറഞ്ഞില്ല. മാത്രമല്ല ഡെഡ്പൂളിനെ എംബസിയുടെ ഉള്ളിൽ നിന്ന് പുറത്താക്കാനും ഗോബ്ലിൻസ് നോക്കിയത് കൊണ്ടാണ് ഡെഡ്പൂൾ അവിടെ ഗോബ്ലിൻസിനെ എല്ലാം അറ്റാക്ക് ചെയ്ത് എംബസിയിൽ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവസാനം ലിംബോ എംബസിയിലുള്ള ഒരു പോർട്ടൽ വഴി കെസാമിനെ തടവിലാക്കി ഇട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ഡെഡ്പൂൾ ചെല്ലുകയാണ്. ഇപ്പോൾ ഡെഡ്പൂൾ കെസാമിൻ്റെ സ്ഥലത്ത് ചെന്നതും അപ്പോൾ തന്നെ കെസാം വന്ന് ഡെഡ്പൂളിനെ അറ്റാക്ക് ചെയ്തിട്ട് ഡെഡ്പൂളിനോട് നീ എന്തിനാണ് ഇവിടെ വന്നതെന്ന് കെസാം ചോദിക്കുകയാണ്. ഈ കെസാം നമ്മുടെ സ്പൈഡർമാൻ്റെ ക്ലോണാണ്. പക്ഷെ സ്പൈഡർമാനെ പോലെ നല്ലൊരു ആളല്ല ഈ കെസാം, ആളത്ര വെടിപ്പല്ല. അങ്ങനെ ഇപ്പോൾ ഡെഡ്പൂൾ ഞാനിവിടെ വന്നിരിക്കുന്നത് നീയുമായി ഒരു പ്രശ്നവും ഉണ്ടാക്കാനല്ല എന്നും ചെറുതായി നിന്റെ തല വെട്ടി മാറ്റുവാൻ വേണ്ടിയാണെന്നും കെസാമിനോട് പറഞ്ഞ് കെസാമിനെ കൊല്ലാനായി ഡെഡ്പൂൾ കെസാമിനെ അറ്റാക്ക് ചെയ്യാൻ ചെല്ലുകയാണ്. അങ്ങനിപ്പോൾ ഡെഡ്പൂളും കെസാമും തമ്മിൽ ഒരു വലിയ ഫൈറ്റ് തന്നെ അവിടെ നടക്കുന്നു. പക്ഷേ ആ ഫൈറ്റിൽ ഡെഡ്പൂളിന് കെസാമിനെ വീഴ്ത്തുവാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഇപ്പോൾ കെസാം ഡെഡ്പൂളിനിട്ട് എടുത്തിട്ട് അടി കൊടുക്കുവാനായി പോയതും അപ്പോൾ തന്നെ കെസാമിനെ മാഡലിൻ പ്രയോർ വന്ന് തടയുകയാണ്. പ്രയോർ കെസാമിനോട് ഡെഡ്പൂളിനെ തൊട്ടു പോകരുതെന്നും എൻ്റെ എംബസിയുടെ ഉള്ളിൽ ഡെഡ്പൂൾ ഒരുപാട് പ്രശ്നമുണ്ടാക്കിയെന്നും അതുകൊണ്ട് അവനെ ഉപദ്രവിക്കാനുള്ള അധികാരം തനിക്ക് മാത്രമാണ് ഉള്ളതെന്നും കെസാമിനോട് പറഞ്ഞ് മാഡലിൻ പ്രയോർ തൻ്റെ പവർ ഉപയോഗിച്ച് ഡെഡ്പൂളിനെ ഞെരിക്കുകയാണ്. എന്നിട്ട് ഡെഡ്പൂളിനോട് നിന്നെ എൻ്റെ എംബസിയുടെ ഉള്ളിൽ പ്രശ്നമുണ്ടാക്കാൻ ഇങ്ങോട്ട് അയച്ചത് ആരാണെന്ന് പ്രയോർ ചോദിച്ചതും അപ്പോൾ തന്നെ ഡെഡ്പൂൾ തന്നെ ഇങ്ങോട്ട് അയച്ചത് ഫ്രാൻസിസ് എന്ന ഒരുത്തനാണെന്ന് പ്രയോറിനോടും കെസാമിനോടും ഡെഡ്പൂൾ പറയുകയാണ്. അന്നേരം തന്നെ ആരാണ് ഈ ഫ്രാൻസിസ് എന്ന് ഡെഡ്പൂളിനോട് പ്രയോറും കെസാമും ചോദിക്കുന്നു. അപ്പോൾ തന്നെ ഡെഡ്പൂൾ എല്ലാ കാര്യങ്ങളും അവരോട് പറയുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം നമ്മുടെ സ്പൈഡർമാൻ കാരണം ഫ്രാൻസിസ് എന്ന ക്രിമിനലിൻ്റെ കൈയും കാലും ഒടിഞ്ഞുപോയി. തൻ്റെ കൈയും കാലും ഒടിച്ച സ്പൈഡർമാനെ കൊന്ന് സ്പൈഡർമാൻ്റെ തല വെട്ടിയെടുത്ത് തൻ്റെ അടുത്ത് കൊണ്ടുവരുവാൻ വേണ്ടി ഫ്രാൻസിസ് ഡെഡ്പൂളിന് കൊട്ടേഷൻ കൊടുത്തു. ഡെഡ്പൂൾ വളരെ സന്തോഷത്തോടെ കൊട്ടേഷൻ സ്വീകരിച്ചപ്പോഴാണ് സ്പൈഡർമാൻ തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന കാര്യം ഡെഡ്പൂൾ ഓർത്തത്. തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ സ്പൈഡർമാനെ വേദനിപ്പിക്കാൻ ഡെഡ്പൂളിന് സാധിക്കത്തില്ല. പക്ഷെ കൊട്ടേഷൻ ഉപേക്ഷിച്ച് കളയാനും ഡെഡ്പൂളിന് മനസ്സ് വരുന്നില്ല. കാരണം ഏറ്റെടുത്ത ജോലിയിൽ വലിയ ആത്മാർത്ഥതയുള്ള ആളാണ് ഡെഡ്പൂൾ. അങ്ങനെ തൻ്റെ കൂട്ടുകാരനായ സ്പൈഡർമാനെ വേദനിപ്പിക്കുവാൻ സാധിക്കാത്തത് കൊണ്ടും കൊട്ടേഷൻ ഉപേക്ഷിച്ച് കളയാൻ പറ്റാത്തത് കൊണ്ടും ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഡെഡ്പൂൾ സ്പൈഡർമാൻ്റെ ക്ലോണായ കെസാമിനെ പറ്റി ഓർത്തത്. അപ്പോൾ തന്നെ ഡെഡ്പൂളിൻ്റെ തലയിൽ ഒരു ബുദ്ധി ഉദിച്ചു. അതെന്താണെന്ന് വെച്ചാൽ ഫ്രാൻസിസിന് സ്പൈഡർമാൻ്റെ തലയാണല്ലോ വേണ്ടത്. ഈ കെസാമാണെങ്കിൽ സ്പൈഡർമാൻ്റെ ഒരു ക്ലോണാണല്ലോ. അപ്പോൾ ഒരു വഴിക്ക് കെസാമും സ്പൈഡർമാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കെസാമിൻ്റെ തല വെട്ടി ഫ്രാൻസിസിന് കൊടുത്താൽ ഫ്രാൻസിസിൻ്റെ കൊട്ടേഷൻ തീരും. തൻ്റെ കൂട്ടുകാരനായ സ്പൈഡർമാന് യാതൊരു കുഴപ്പവും ഉണ്ടാകുകയില്ല. അങ്ങനെ ഫ്രാൻസിസിന് വേണ്ടി സ്പൈഡർമാന് പകരം കെസാമിനെ കൊല്ലാൻ വേണ്ടിയാണ് ഡെഡ്പൂൾ ഇപ്പോൾ അവിടെ വന്നത്. അങ്ങനെ ഇപ്പോൾ ഡെഡ്പൂൾ പറഞ്ഞതെല്ലാം കേട്ട പ്രയോർ നിന്നെ ഇങ്ങോട്ട് അയച്ച് ഇത്രയും പ്രശ്നമുണ്ടാക്കിയ ഫ്രാൻസിസിനെ ഞാൻ കൊല്ലുമെന്ന് ഡെഡ്പൂളിനോട് പറഞ്ഞതും അപ്പോൾ തന്നെ ഡെഡ്പൂൾ അത് ഞാൻ നോക്കിക്കൊള്ളാമെന്നും തൻ്റെ അടുത്തൊരു വഴിയുണ്ടെന്നും തന്നെ വെറുതെ വിടണമെന്നും പ്രയോറിനോട് ഡെഡ്പൂൾ പറയുകയാണ്. അങ്ങനെ പിന്നീട് കുറച്ച് നേരത്തിന് ശേഷം ഇനി കാണിക്കുന്നത് നമ്മുടെ ഡെഡ്പൂളിനെയാണ്. പുള്ളി ഇപ്പോൾ എന്തോ ഒരു ബോക്സുമായി ആ ഫ്രാൻസിസിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഫ്രാൻസിസിനോട് ഇതിൽ നീ പറഞ്ഞതുപോലെ തന്നെ സ്പൈഡർമാൻ്റെ തലയാണ് ഉള്ളതെന്ന് ഡെഡ്പൂൾ പറഞ്ഞതും അപ്പോൾ തന്നെ ഫ്രാൻസിസ് വളരെ സന്തോഷത്തോടെ ആ പെട്ടി തുറന്ന് നോക്കുകയാണ്. പക്ഷേ ആ പെട്ടിക്കുള്ളിലുള്ള സാധനം കണ്ട് ഫ്രാൻസിസ് ഞെട്ടിപ്പോവുകയാണ്. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ ആ പെട്ടിക്കുള്ളിൽ ഒരു വലിയ തലയുള്ള ചെറിയ ചെലന്തിയുടെ ഉടലുള്ള ഒരു ചെലന്തി മോൺസ്റ്ററാണ് ഉള്ളത്. ഇപ്പോൾ ആ മോൺസ്റ്റർ ഫ്രാൻസിസിനെ കൊല്ലുകയും ചെയ്യുന്നു. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ ഫ്രാൻസിസ് പറഞ്ഞത് സ്പൈഡർമാൻ്റെ തല കൊണ്ടുവരാനാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് ലിംബോ എംബസിൽ നിന്നും ഒരു വലിയ തലയുള്ള ചെറിയ ചെലന്തിയുടെ ഉടലുള്ള ചെലന്തി മോൺസ്റ്ററിനെ ഡെഡ്പൂൾ ഫ്രാൻസിസിന് കൊടുത്തത്. ഫ്രാൻസിസിൻ്റെ കൊട്ടേഷൻ അങ്ങനെ തീർന്നു. അങ്ങനെ ഇപ്പോൾ ഫ്രാൻസിസിൻ്റെ കൊട്ടേഷൻ ചെയ്ത് തീർത്തതിൻ്റെയും
ഫ്രാൻസിസിനെ തന്നെ തീർത്തതിൻ്റെയും സന്തോഷത്തിൽ ഇപ്പോൾ ഡെഡ്പൂൾ സ്പൈഡർമാനെ വിളിച്ച് വൈകിട്ട് എന്താ പരിപാടിയെന്ന് ചോദിച്ച് വളരെ സന്തോഷത്തോടെ സ്പൈഡർമാനോട് സംസാരിക്കുകയാണ്. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.